ഹലോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി സൺഡേ. ലാസ്റ്റ് വീഡിയോയിൽ ഇഷ്ടമായെന്ന് പറഞ്ഞിട്ട് കുറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു, മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും താങ്ക്സ് എലോട്ട്. അപ്പോൾ ഇന്നൊരു സൺഡേ മോർണിംഗ് ആണ്. അപ്പോൾ ഞാൻ ഈ ഒരു പനിക്കൂർക്കയുടെ വെള്ളമാണ് ആദ്യം കുടിക്കൽ. ആദ്യമൊക്കെ ഞാൻ ഈ വെള്ളം ഇട്ട് തിളപ്പിക്കലായിരുന്നു ചെയ്യൽ. പിന്നെ ഇപ്പോൾ ഞാൻ ഫ്രഷ് ഇല തന്നെ പിന്നെ ചൂടുവെള്ളം ഒഴിക്കലാണ് അതിലേക്ക്. അപ്പോൾ രണ്ടും നല്ല ടേസ്റ്റ് വ്യത്യാസം തോന്നുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഫ്ലേവർ ഒന്നും കൂടെ കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ഹാഫ് ആൻ അവറും കൂടെ കഴിഞ്ഞിട്ടാണ് ഞാൻ ചായ കുടിക്കൽ. അപ്പോൾ ഇപ്പോൾ 6 ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ചായയുടെ ടൈം. അപ്പോൾ ആളും കൂടെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ ചായ കുടിക്കാൻ പോവാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനിവിടെ കിച്ചണിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മീൻ ഞാനിപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇപ്പോൾ മീൻ വെക്കൽ. മീൻ വെച്ചിട്ടുള്ള പാത്രത്തിൽ തന്നെ ഫുള്ളായിട്ട് തന്നെ വെള്ളം ഒഴിച്ച് നിറച്ചിട്ട് അങ്ങനെയാണ് വെക്കൽ. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ കുറേ നാൾ മീൻ ഫ്രഷായിട്ട് നിൽക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. നല്ല ടേസ്റ്റ് വ്യത്യാസവും തോന്നുന്നുണ്ട് അങ്ങനെ വയ്ക്കുമ്പോൾ. കുറച്ചും കൂടെ ഒരു ഫ്രഷാണ് എപ്പോഴും. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ടാണ്. അപ്പോൾ ഞാനിവിടെ നിന്ന് പുട്ടും പിന്നെ മീൻ കറിയൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എപ്പോഴും ചെറിയ കഷ്ണങ്ങളായിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവൽ. അപ്പോൾ ഞാൻ ഈ ഒരു ഇതിൽ 4 പീസൊക്കെ വരുന്ന രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കൽ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി എനിക്കൊരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഡേ ആണെന്ന്. അപ്പോൾ ഇന്നലെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് തുടച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് തുടക്കാൻ വെച്ചു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു പണിക്കും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ എനിക്കിന്ന് ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ എൻ്റെ ബ്രദറിനോട് മോനൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഉള്ള കാരണം പെട്ടെന്നൊന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തതിന് ശേഷം ഞാനൊന്ന് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതൊന്നും ഇപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പോൾ എൻ്റെ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് എടുത്തിട്ടുള്ള പാത്രം കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കിച്ചണിലേക്ക് ഇനി വൈകുന്നേരം കയറിയാൽ മതിയാകും. അപ്പോൾ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് ഞാനും കൂടെ ഒന്ന് ഫ്രഷായിട്ട് ഇനി ഞാൻ വീക്കെൻഡിൽ ചെയ്യുന്നൊരു കാര്യമാണത്, അയൺ ചെയ്ത് വെക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു ഹോൾ വീക്ക് കുറച്ചും കൂടെ സ്ട്രെസ് ഫ്രീ ആയിരിക്കും. അപ്പോൾ ഞാൻ മോളുടെ യൂണിഫോംസ് പിന്നെ അതുപോലെ ഓഫീസിലിടുന്ന ഷർട്ട് കാര്യങ്ങളൊക്കെ ഈ ഒരു വീക്കെൻഡിൽ തന്നെ ഹാൻഡ് ചെയ്ത് വെക്കലാണ് പതിവ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഞാൻ 3 ഷർട്ട് മാത്രമേ ഹാൻഡ് ചെയ്ത് വെക്കുന്നുള്ളൂ. അപ്പോൾ 3 ഷർട്ട് 2 പാൻറ്റ് ആ ഒരു രീതിയിൽ ഹാൻഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കുറച്ച് സ്റ്റിച്ചിങ് ഒക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ആൾട്രേഷൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു പരിപാടിയൊക്കെ ഈ ഒരു ടൈമിൽ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഹോൾ വീക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന നേരത്തോ അല്ലെങ്കിൽ ആ വീക്കെൻഡ് ടൈമിലൊക്കെ ഇപ്പോൾ ഇനി സൺഡേസ് നിങ്ങൾ ഔട്ടിങ്ങൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു റൂട്ടീനൊക്കെ നമുക്ക് സാറ്റർഡേസിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സൺഡേ ഒന്നും കൂടെ ഫ്രീ ആയിട്ടിരിക്കാനും കൂടെ പറ്റുന്നതാണ്. അടുത്തായിട്ട് ഞാൻ അൾട്രേഷനും കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീക്കെൻഡിലോ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് ആ ഒരു ഹറിബറി ആയിട്ട് ആ ഒരു ടൈമിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ സാധാരണ ഡെയിലി റൂട്ടീനിൽ നമുക്കിതൊന്നും ഉൾപ്പെടുത്താണ്ട് നമുക്ക് സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീക്കെൻഡിലൊക്കെ ഇങ്ങനെ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഈ ഒരു പാൻറ്റിൻ്റെയൊക്കെ ഈ പോക്കറ്റിൻ്റെ ആ ഒരു ഭാഗത്ത് സ്റ്റിച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ നാളായി എടുത്ത് വെച്ചിട്ട് ചെയ്യാൻ വിചാരിച്ചിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ അതിപ്പോൾ ഞാനൊന്ന് ക്ലിയർ ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പോൾ അത് ആ ഒരു ഭാഗമൊക്കെ നമ്മൾ നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ്, പക്ഷേ ഇത് നമുക്ക് നമ്മുടെ ഡെയിലി റൂട്ടീനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോൾ നമുക്കിതൊരു ബേർഡനായിട്ടൊക്കെ തോന്നുന്നതാണ്. അപ്പോൾ ആ ഒരു അങ്ങനത്തെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ടൈമിൽ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ബാക്കിയുള്ള അൾട്രേഷൻ കാര്യങ്ങളും കൂടെ ഞാനിവിടെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ സ്മോൾ സ്പേസിലൊക്കെ ഒക്കുപ്പൈ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ അയണിങ്ങിന് സ്വിങ്ങിനൊക്കെ പ്രത്യേകിച്ച് ഡെഡിക്കേറ്റഡ് സ്പേസ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ അപ്ലയൻസും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാനും കൂടെ ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ രാവിലെ അലക്കി വിരിച്ചിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഉണങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ അപ്പോൾ തന്നെ എടുത്ത് മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ബേർഡനായിട്ട് നിങ്ങൾക്ക് തോന്നത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ സാധാരണ ചായക്ക് മുമ്പ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചായക്ക് ജസ്റ്റ് മുമ്പ് വെള്ളം വെച്ച ആ ഒരു ടൈമിൽ, അല്ലെങ്കിൽ ചായ കൂടി കഴിഞ്ഞിട്ട് ആ ഒരു ടൈമിൽ തന്നെ അലക്കിയതൊക്കെ എടുത്ത് മടക്കി വയ്ക്കുന്നതാണ്. അപ്പോൾ ഇനി നനവ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാനത് ബാൽക്കണിയിലൊക്കെ വിരിച്ചിടൽ, അല്ലെങ്കിൽ ഞാനതൊക്കെ എടുത്ത് അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഡെയിലി ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് പിറ്റേ ദിവസത്തേക്ക് ഒരിക്കലും മടുക്കാനായിട്ട് മാറ്റി വയ്ക്കരുത്. അപ്പോൾ അതും കൂടെ ഞാനിവിടെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. നമുക്കിനി രാത്രിക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ബട്ടർ പനീറാണ് കറി ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ ചപ്പാത്തിയാണ് അതിനൊപ്പം ചുട്ടെടുക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ അപ്പോൾ ഇതിൻ്റെ ഒരു റെസിപ്പി ഞാനിവിടെ ഷെയർ ചെയ്യാം. എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു ഡിഷാണിത്. അപ്പോൾ ആദ്യം തന്നെ രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ, പിന്നെ 2 ടേബിൾ സ്പൂൺ തന്നെ ബട്ടറും കൂടെ എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4-5 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ഏലക്ക. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ആ ഒരു എണ്ണയിൽ ഇട്ടതിന് ശേഷം നമ്മൾ ഒരു 2 സവാള കട്ട് ചെയ്ത് എടുത്ത് വെച്ചത് അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു 3-4 വെളുത്തുള്ളിയും കൂടെ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ഒരു സവാള ജസ്റ്റ് ഒന്ന് വന്നതിന് ശേഷം നമുക്ക് 2 തക്കാളി ഒന്ന് അതുപോലെ സ്ലൈസ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് ജസ്റ്റ് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ പനീറും കൂടെ ഒന്ന് ക്യൂബ് ഇതിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ആ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആ ഒരു മിക്സ്ചർ നമ്മളൊന്ന് മിക്സിയുടെ ജാറിലേക്കും കൂടെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആ ഒരു പാൻ തന്നെ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തിട്ട് ആ ഒരു പാനിലേക്ക് തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും പിന്നെ 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആ ഒരു പനീർ ജസ്റ്റ് ഒന്ന് അതിലേക്കൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കളറ് മാറുന്ന വരെ. അപ്പോൾ അതും കൂടെ ഒന്ന് എടുത്തിട്ട് ആ ഒരു വേറൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ സെയിം ആ ഒരു കടായിൽ തന്നെ നമ്മൾ ഒരു സവാള ചോപ്പ് ചെയ്തതും പിന്നെ ഒരു ചില്ലിയും കൂടെ ജസ്റ്റ് ഒന്ന് സ്ലൈസ് ചെയ്തതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് മസാലയായിട്ട് ഞാനിട്ട് കൊടുത്തിട്ടുള്ളത് പെരിഞ്ജീരകമാണ്. അത് വേണമെങ്കിൽ പൊടിച്ചിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3/4 ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾ, പിന്നെ ഒരു ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മിക്സ്ചർ നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റില്ലേ, അത് ചൂടാറിയിട്ട് വേണം ഒന്ന് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ആ ഒരു മിക്സ്ചറും കൂടെ ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു മിക്സ്ചർ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന രീതിയിൽ ഒന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഇനി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് പനീറൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ ഒരു ടൈമിൽ തന്നെ ഇട്ട് കൊടുക്കേണ്ടതാണ്. ഇനി ഈ ഒരു ടൈമിൽ നമുക്ക് ആവശ്യമുള്ള വെള്ളം കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കറി അത്യാവശ്യം തിക്നെസ്സിൽ കിടന്നാലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ 2-3 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു പനീറും കൂടെ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം.
ഇനി പനീറൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റോളം കുക്ക് ചെയ്താൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഒരു കുറച്ച് കസൂരി മെത്തിയും കൂടെ ഇട്ടിട്ട് ഒരു മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിലൂടെ വേണമെങ്കിൽ 2 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീമും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് അത്. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അപ്പോൾ അത് കാരണം ഞാൻ ഇന്നും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊപ്പം ഞാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിന്നർ. അപ്പോൾ നമ്മളെ ഡിന്നറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ ഒരു ഡിഷും കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മളെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്